Hi dear students, Jasim Sarana. നമുക്ക് പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 10 ചാപ്റ്റേഴ്സ് ആണ് ഈ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ നമുക്ക് ഒരു 3 സെക്ഷനായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 1, 2, 3 ആണ്. ഏതൊക്കെ? സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, അതേപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, തേർഡ് വൺ ഡാറ്റ സ്ട്രക്ചർ. അതൊന്ന് സെറ്റാക്കി വയ്ക്കാമല്ലോ. അതിൽ നിന്ന് വരുന്ന ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കളെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അത് എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ അടിയിൽ അല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം ലൈവിൽ നമുക്ക് സെറ്റാക്കട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. അപ്പം ഇത് ഓണ എക്സാമിൻ്റെ ആ സമയത്ത് ഉണ്ടായ ചാപ്റ്റേഴ്സ് ആണെങ്കിലും അതിൽ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ദ കീവേഡ് യൂസ്ഡ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ഇൻ C++ ഈസ്. എന്താണ് സ്ട്രക്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ്? ഏതാ? സ്ട്രക്ചറാണ് അല്ലേ, സ്ട്രക്ചർ. എന്നാ പിടിച്ചോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആക്സസിങ് സ്ട്രക്ചർ എലമെൻറ്റ്സ് യൂസിങ് ഡാഷ് ഓപ്പറേറ്റർ. ആക്സസ് ചെയ്യാൻ സ്ട്രക്ചർ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ എന്ത് ഓപ്പറേറ്റർ ഉപയോഗിക്കുക? ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. എന്താ? നെസ്റ്റഡ് സ്ട്രക്ചർ. എ സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. എന്നാ പിടിച്ചോ രണ്ടാമത്തെ സെക്ഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ കട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറേ വേഴ്സസ് സ്ട്രക്ചർ. 4 പോയിൻറ്റ്സ് മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം. 4 പോയിൻറ്റ്സ്. അറേയും സ്ട്രക്ചറും ഒരേപോലെയുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ അറേ, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ സ്ട്രക്ചറാണ്. ഹോമോജീനിയസ് ആണ്, ഹെട്രോജീനിയസ് ആണ്, ഡിറൈവ്ഡ് ആണ്, യൂസർ ഡിഫൈൻഡ് ആണ്. നമുക്കൊന്ന് സെറ്റ് ആക്കണം. അറേ വേഴ്സസ് സ്ട്രക്ചർ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇതെന്താ? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഒരേപോലെയുള്ള സാധനമാണ്, സെയിം ഡാറ്റ ടൈപ്പാണ്. ഇത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പാണ് അല്ലേ. ഇത് ആക്സസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സബ്സ്ക്രിപ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ, A(10). എന്നാൽ ഇതെന്താ? ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഫോർത്ത് എലമെൻറ്റ് ഈസ് വെൻ an element of an array becomes another array. മൾട്ടി ഡയമെൻഷണൽ അറേയാണ്. അറേൻ്റെ ഉള്ളിൽ മറ്റൊരു അറേ ഉണ്ടെങ്കിൽ. എന്നാൽ ഇതെന്താ? നെസ്റ്റഡ് സ്ട്രക്ചറാണ്. റെഡി അല്ലേ, സെറ്റ് അല്ലേ? എന്നാൽ പോവാം മറ്റൊരു സെക്ഷൻ. ഡിഫൈൻ എ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഫോളോയിങ് ഫീൽഡാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് സ്ട്രക്റ്റ് എന്ന് എഴുതും അല്ലേ. സ്ട്രക്റ്റ് എന്ന് എഴുതും. സ്റ്റുഡൻ്റ് ആണ്. അറിയാത്ത മക്കൾക്ക് വേണ്ടി മക്കളെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യനേ വരുള്ളൂ. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. എന്തൊക്കെ വേണം? റോൾ നമ്പർ വേണം. എന്നാൽ പിടിച്ചോ. ഇൻറ്റ് റോൾ നമ്പർ. അവർ തന്ന ആ ഓർഡറിൽ തന്നെ എഴുതാം. നെക്സ്റ്റ് നെയിം വേണം. സോ ക്യാരക്ടറാണ്. നെയിം ഓഫ് 20. ഇനിയുള്ള ടാസ്ക് എന്താ? ബാച്ച് വേണം. അതും എന്താ? CS അല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് അങ്ങനെ വരുമ്പോൾ അതും എന്താണ്? ക്യാരക്ടറാണ്. സോ ബാച്ച് ഓഫ് 20. ഇനിയെന്താ? സ്കോർ വേണം. സോ ഇൻറ്റ് സ്കോർ. ടാസ്ക് ഈസ് ഓവർ. സെറ്റ് അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? റെഡി അല്ലേ? എന്നാൽ പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ എറർ. ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലാസ്റ്റത്തെ സെമിക്കോളനാണ്. അതുണ്ടോ? അതില്ല. രണ്ടാമത് സ്ട്രക്ചർ എന്നുള്ളത് ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള കോമൺ ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം, മെയിൻ പ്രശ്നം, സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വാല്യൂ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാണ്ട് അസൈൻ അല്ലേ, നമുക്ക് അസൈൻ ചെയ്യാനേ പറ്റില്ല. കാണ്ട് അസൈൻ എന്താ? വാല്യൂസ് ഇൻസൈഡ് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വാല്യൂസ് കൊടുക്കാനേ പാടില്ല. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാടാ? ഇതെങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതാം? സ്ട്രക്ചർ എന്ന് എഴുതാം. ABC. എന്തൊക്കെ വേണം? ഇൻറ്റ് ചുമ്മാ എഴുതിയാൽ മതി. ഇൻറ്റ് A അല്ലേ. പിന്നെ എന്താ വേണ്ടത്? ഇൻറ്റ് B. ലാസ്റ്റ് വൺ ഈസ് സെമിക്കോളം മിസ്സിംഗ് ആണ്. അപ്പോൾ 2 എററാണുള്ളത്. ഒന്ന് ഇവിടെ ഈക്വൽ ടൂലും ഇവിടെ സെമിക്കോളം മിസ്സിങ്ങും ആണ്. 2 എററാണുള്ളത്. സെറ്റ് അല്ലേ? എന്നാൽ പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് ദ ഡീറ്റെയിൽസ്. എംപ്ലോയി കോഡ്, നെയിം, ഡേറ്റ് ഓഫ് ജോയിനിങ്. ഇവിടുത്തെ ട്വിസ്റ്റ് ആ ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ്. ആ ഡേറ്റ് ഓഫ് ജോയിനിങ് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എഴുതുന്നു? സ്ട്രക്ചർ എംപ്ലോയി. സ്ട്രക്ചർ എംപ്ലോയി എന്ന് എഴുതിയതിൻ്റെ ശേഷം എന്തൊക്കെ വേണം? അവിടെ എംപ്ലോയി കോഡ് വേണം. സോ ഇൻറ്റിജറാണ് എംപ്ലോയി കോഡ്. EMP കോഡ് എന്ന് എഴുതി. നെക്സ്റ്റ് വൺ ഈസ് നെയിം വേണം. നെയിം വേണമെങ്കിൽ ക്യാരക്ടറാണ്. നെയിം ഓഫ് 20 എന്നുള്ളത് എഴുതാം. നെക്സ്റ്റ് വൺ എന്താ? ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ്. അത് മറ്റൊരു സ്ട്രക്ചറാണ്.
സോ സ്ട്രക്ചർ ഡേറ്റ്, ശ്രദ്ധിക്കണേ, സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പം നിർബന്ധമായിട്ടും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. DOJ, ഡേറ്റ് ഓഫ് ജോയിനിങ്, ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു റോളും ഇല്ല, അതായിപ്പോവും. നെക്സ്റ്റ് വൺ ഈസ് ഡെസിഗ്നേഷൻ ആണ്. സോ ഡെസിഗ്നേഷന് വേണ്ടി ഞാൻ ഡെസിഗ്നേഷൻ ഓഫ് 20 എന്ന് എഴുതി. ലാസ്റ്റ് വൺ ഈസ് ബേസിക് പേ വേണം. സോ ഇൻഡ് ബേസിക് പേ. ടാസ്ക് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ടാസ്ക് ഈസ് ഓവർ, ദാറ്റ്സ് ഓൾ. റെഡി അല്ലേ? പോവാം. നെക്സ്റ്റ് പോയിന്റേഴ്സ് സെക്ഷനിലേക്ക് എത്തി. പോയിന്റേഴ്സ് സെക്ഷനിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ്, ഒരു അറയുടെ ഫസ്റ്റ് അഡ്രസ്സിനെ പറയുന്ന പേരാണ് ബേസ് അഡ്രസ് എന്ന് പറയും. എന്താടാ? ബേസ് അഡ്രസ്. എന്നാ പിടിച്ചോ രണ്ടാമത്തെ പോയിന്റ്. യെസ്, രണ്ടാമത്തെ പോയിന്റ് എന്താ? വാട്ട് ഡസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് മീൻ? ഇൻ ദി സ്റ്റാർ പി ഇറ്റ് ക്രിയേറ്റ്സ് എ പോയിന്റർ. എന്ത് പോയിന്ററാണ്? ഇൻറ്റീജർ പോയിന്ററാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ മെമ്മറി അലോക്കേഷൻ ആണ്. എന്ത് മെമ്മറി അലോക്കേഷൻ? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഡൈനാമിക് ആണ്, ഡൈനാമിക്. യെസ്. അപ്പോൾ ഇതെന്താ എഴുതുക? ഓഫ് 10 ആണ്. അപ്പോൾ ഇതെന്താ എഴുതണ്ടേ? ഇറ്റ് ക്രിയേറ്റ്സ് അല്ലേ? ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അറേ ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് അല്ലേ? ഇൻറ്റീജർ അറേയാണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു? ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. പോവാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൺ ടൈം അലോക്കേഷൻ ഓഫ് മെമ്മറി ഈസ് ട്രിഗേർഡ് ബൈ റൺ ടൈം. മെമ്മറി എങ്ങനെ റൺ ടൈം അലോക്കേറ്റ് ചെയ്യുക? അലോക്കേഷൻ എന്നുള്ള വാക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ അവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് ന്യൂ ഓപ്പറേറ്റർ. ന്യൂ ഓപ്പറേറ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 4 ഡിഫറൻസ് ആണ് ഉള്ളത് അല്ലേ? സ്റ്റാറ്റിക് ആണെങ്കിൽ ഫിക്സഡ് മെമ്മറിയാണ്, അല്ലെങ്കിൽ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം ആണ്. എന്നാൽ ഡൈനാമിക് റൺ ടൈം ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്ററും ഇല്ല. ഇവിടെ എന്തുണ്ട്? മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ഓപ്പറേറ്റർ ഉണ്ട്. ഡിലീറ്റിൻ്റെ കേസിലാണെങ്കിൽ ഡിലീറ്റ് ഡൈനാമിക്കിലാണുള്ളത്. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഓപ്പറേറ്റർ ഒന്നുമില്ല. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ബിഫോർ ദ എക്സിക്യൂഷൻ ആണ്, എന്നാൽ ഇത് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ആണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നോ ഓപ്പറേറ്റർ ആണ് ഫോർ അലോക്കേഷൻ. ഇവിടെ ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ അലോക്കേഷൻ. മെമ്മറി ഒഴിവാക്കുമ്പം ഡിലീറ്റ് ചെയ്യുമ്പം ഡിലീറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡി അലോക്കേഷൻ. മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്ററും ഇല്ല അല്ലേ? പോയിൻ്റർ ഈസ് നോട്ട് നീഡഡ്. പോയിൻ്ററിൻ്റെ റോളേ ഇല്ല. പക്ഷേ ഇവിടെ പോയിൻ്റർ ഈസ് എസെൻഷ്യൽ ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുമാണ്. അതാണ് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. So next, write the use of star and ampersand. Star means value അച്ചാണ്, എന്നാൽ ampersand means address of അല്ലേ? address of എന്നാണ്. അഡ്രസ് ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് മെമ്മറി ലീക്ക്? ഹൗ ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ്? മെമ്മറി ലീക്കേജ് എപ്പോഴാണ് വരിക? ഡൈനാമിക്കായി ക്രിയേറ്റ് ചെയ്ത മെമ്മറി ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയാൽ അല്ലേ? ഫോർഗോട്ട് ടു ഡിലീറ്റ് ഓപ്പറേഷൻ. ഡൈനാമിക്കായി ക്രിയേറ്റ് ചെയ്ത മെമ്മറി മറന്നുപോയാൽ, ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയാൽ ഇറ്റ് ലീഡ്സ് ടു മെമ്മറി ലീക്കേജ്. മെമ്മറി അവിടെ കിടക്കും. ഡൈനാമിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത മെമ്മറി അവിടെ കിടക്കും. യെസ്. റീഡ് ദ ഫോളോയിങ് C++ കോഡ്സ് ഇൻ ദി A05. ഇങ്ങനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എന്നെ കേൾക്കണം എൻ്റെ മക്കൾ ചെയ്യേണ്ട ഫസ്റ്റ് ടാസ്ക് ഡയഗ്രം വരക്കണം. A05 ആണ്. നേരെ ഡയഗ്രം വരയ്ക്കുക. ഒരു ബോക്സ് ഇതാ 5 ബോക്സസ് വരക്കാം. 0 1 2 3 4 അല്ലേ? എന്തൊക്കെ വാല്യൂസാണ് തന്നത്? 10 ഉണ്ട്, 15 ഉണ്ട്, പിന്നെ അതാ 20 ഉണ്ട്, 25 ഉണ്ട്, അതേപോലെ 30 ഉണ്ട്. മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യ സ്റ്റാർ പി ആണ്. ഇന്ത്യ സ്റ്റാർ പി പറയുമ്പോൾ ഇത് ആണ്. ഇന്ത്യ സ്റ്റാർ പി പറയുമ്പം മറ്റൊരു പാത്രം ക്രിയേറ്റ് ചെയ്യും, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഇന്ത്യ സ്റ്റാർ പി ഈക്വൽ ടു എ ആണ്. എ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബേസ് അഡ്രസ്, ഈ ബേസ് അഡ്രസ് നേരെ ഇതിലേക്ക് എത്തും. അപ്പോൾ ഇതിൻ്റെ ബേസ് അഡ്രസ് അല്ല, പിൻ്റെ വാല്യൂ 1000 ആയി. എന്നാൽ കൊടുക്കുക പണി. ഇന്ത്യ സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് പി എന്നാണ്. പി എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ 1000ലുള്ള വാല്യൂ 10 ആണ്. ആൻസർ ഈസ് 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർ പി പ്ലസ് 1 ആണ്. വാല്യൂ അറ്റ് നോക്കടാ, ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ സ്റ്റാറും പിയും ആദ്യം സ്റ്റാർ പിയെ വർക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർ പി എന്താ വരിക? വാല്യൂ അറ്റ് പി പ്ലസ് 1. 1000ലുള്ള വാല്യൂ ഏതാ? 10 ആണ്. 10 + 1 ആൻസർ ഈസ് 11. ദിസ് ഈസ് ആൻസർ. എന്നാൽ
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എഴുതേണ്ട പോയിന്റ് വാല്യൂ എച്ച് P+1 ആണ്. P+1 എന്നാൽ 1000 + 1 ആണ്. +1 എന്ന് പറഞ്ഞാൽ 1 × 4 ആണ്, ഇൻറ്റീജർ ആയതിനാൽ. അപ്പോൾ 1004 ആളാരാ? 1004 15. ദാറ്റ് ഈസ് ആൻസർ. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ചാപ്റ്റർ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെൻറ്റ് ഈസ് എ പോയിന്റർ ടു ദി സെയിം സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിൻ്റെ തന്നെ പോയിന്റർ. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിൻ്റെ തന്നെ പോയിന്റർ. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. മക്കളെ, ചാപ്റ്റർ 1 പക്കായോ? ചാപ്റ്റർ 1 എൻ്റെ കൂടെ വന്നിട്ട് ചാപ്റ്റർ 1 സെറ്റായവർ എന്തായാലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ കമൻസ്, അത് എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യണേ. യെസ്, പോവാം. ചാപ്റ്റർ 2 പോവാം. ചാപ്റ്റർ 2 വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 അല്ലേ, ആകെ പഠിക്കാനുള്ളത് രണ്ട് ടോപ്പിക്ക് മാത്രമാണ്. ഒന്ന് ഊപ്പും പോപ്പും അല്ലേ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതേപോലെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടാമത്തെ പോയിന്റ് ഊപ്പിൻ്റെ കോൺസെപ്റ്റ്സ് ആണ്. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നപ്പടി 1 വേർഡുകളാണ് കൂടുതൽ വരും. എബിലിറ്റി ഓഫ് ഡാറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ 1 ഫോം. ഒന്നിൽ കൂടുതൽ രൂപത്തിലുണ്ടെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് പോളിമോർഫിസം. എന്നാ പിടിച്ചോ. രണ്ടാമത് ഡാഷ് ഈസ് ദ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിന്റ്. അതാണ് അവിടുത്തെ കീ ഫീച്ചർ. ദാറ്റ് ഈസ് ക്ലാസ്. ആൻസർ ഈസ് ക്ലാസ്. മൂന്നാമത് ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇൻഹെറിറ്റൻസ് അല്ലേ, ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ജനറേറ്റ് ചെയ്യുക. അക്വയറിംഗ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് സം പ്രോപ്പർട്ടീസ് ഫ്രം എക്സിസ്റ്റിംഗ് ക്ലാസ് ആണ്. ദ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കോൾഡ്, ഓൾറെഡി ഉള്ള ക്ലാസ്സിനെ പറയുന്ന പേരാണ് ബേസ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ് എന്ന് പറയും. എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും മക്കളെ. ബേസ് ക്ലാസ് ഓർ പാരൻറ്റ് ക്ലാസ് എന്ന് എഴുതിയാൽ മതി. അടുത്ത് ഏർലി ബൈൻഡിങ്. പോളിമോർഫിസത്തിൻ്റെ 2 ടൈപ്പ് ബൈൻഡിങ് ഉണ്ട്. സ്റ്റാറ്റിക് പോളിമോർഫിസം, ഡൈനാമിക് പോളിമോർഫിസം. നേരത്തെ ചെയ്യുന്ന എലമെൻ്റ് ആണ് സ്റ്റാറ്റിക് പോളിമോർഫിസം. ഏർലി ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് പോളിമോർഫിസമാണ്. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. എല്ലാം എൻ്റെ മക്കൾക്കറിയാം. റെഡി അല്ലേ? എന്നാൽ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഡിഫറൻസ് ഓഫ് പോപ്പ് ആൻഡ് ഊപ്പ്. പോപ്പും ഊപ്പും തമ്മിലുള്ള ഡിഫറൻസ് എഴുതിക്കൂടെ? പോപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ്, ഊപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ഇവിടെ ഫോക്കസ് ഓൺ പ്രൊസീജിയറാണ്. എന്നാൽ അപ്പോൾ ഇതിന് ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഷോസ് ഇറ്റ് ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. എന്നാൽ ഇവിടെ റിയൽ വേൾഡ് എൻറ്റിറ്റി പറ്റുമോ? കാണ്ട് മോഡൽ ചെയ്യാനേ പറ്റില്ല. കാണ്ട് മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. ബട്ട് ഒബ്ജക്റ്റ് ഡാറ്റ അബ്സ്ട്രാക്ഷനൊക്കെ ഉള്ളതാണ്, അപ്പോൾ സെക്യൂർ ആണ്. എന്നാൽ ഇവിടെ എന്താ? നോട്ട് സെക്യൂർ ആണ്. എഴുതി കൂടെ ഒരു 4 പോയിന്റ്സ് എങ്കിലും. യെസ്, കം ടു സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം. 2 ടൈപ്പ് പോളിമോർഫിസം ഞാൻ ഡിസ്കസ് ചെയ്തു. സ്റ്റാറ്റിക് പോളിമോർഫിസം അല്ലേ, സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കമ്പൈൽ ടൈം പോളിമോർഫിസം ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഏർലി ബൈൻഡിങ് അല്ലേ. എബിലിറ്റി ഓഫ് കമ്പൈലർ ടു ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് കമ്പൈൽ ടൈം. 2 ടൈപ്പ് മെത്തേഡാണ്. ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഫംഗ്ഷന് ഡബിൾ റോള് കൊടുക്കാം. സം 2,3 2 ഇൻറ്റീജർ തമ്മിൽ ആഡ് ചെയ്യാം. അതേപോലെ സം 2,3,9 കണ്ടോ, 2 ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്യുക, 3 ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ഫംഗ്ഷൻ്റെ നെയിം സം തന്നെയാണ്. സം ടാസ്ക് ഈസ് ഓവർ. സെയിം നെയിം വിത്ത് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ. എന്നാൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ A+B നമുക്കറിയാം, 2 നമ്പേഴ്സാണ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ 2+3 2 നമ്പേഴ്സ് ആഡ് ചെയ്യും. എന്നാൽ അജയ് പ്ലസ് കൃഷ്ണ എന്ന് കൊടുത്താൽ അവിടെ സംഭവിക്കുന്നത് 2 സ്ട്രിങ് ആണ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ അല്ലേ? റെഡിയാണോ? അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ആൻഡ് കം ടു ദി ലാസ്റ്റ് വൺ, റൺ ടൈം പോളിമോർഫിസം. ഇറ്റ് ഡൺ ബൈ ദ വെർച്വൽ ഫംഗ്ഷൻ.
സോ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ എനി 3 കോൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ്. എല്ലാവർക്കും അറിയുന്നതാണ്. 7 ഊപ്പ് കോൺസെപ്റ്റ്സ് ആണ്. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ചാപ്റ്റർ നമ്പർ 2. കം ടു ദി ചാപ്റ്റർ നമ്പർ 3. ചാപ്റ്റർ നമ്പർ 3 അതിമനോഹരമായ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ചാപ്റ്റേഴ്സാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് 6 ടോപ്പിക് ഉണ്ടെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള 4 അൽഗോരിതമാണ്. ക്രിസ്മസ് എക്സാമിന് 4 മാർക്ക് മാത്രമേ അതിൻ്റെ വെയിറ്റേജ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കണ എൻ്റെ മക്കൾ പഠിക്കേണ്ടത് അൽഗോരിതം തന്നെയാണ്. പുഷിൻ്റെ അൽഗോരിതം, സ്റ്റാക്കിൻ്റെ ഉള്ളിലത്തെ പുഷ്, പോപ്പ്, അതേപോലെ ക്യൂവിൻ്റെ ഇൻസേഷൻ, ഡിലീഷൻ ഞാൻ സെറ്റ് ചെയ്ത് തരാം. നിങ്ങളുണ്ടാവില്ലേ എക്സാമിൻ്റെ തലേന്നും നമുക്ക് സെറ്റാക്കി പഠിക്കണം. യെസ്, നോക്കാം. യെസ്, ഫസ്റ്റ് വൺ വേർഡുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. വൺ വേർഡുകൾ നോക്കാം. ഇൻ ക്യൂ ദ ഇൻസേഷൻ ടേക്സ് പ്ലേസ് അറ്റ്. ഇൻസേഷൻ എന്ന് പറയുമ്പോൾ ആരാ? ക്യൂവിൻ്റെ ഇൻസേഷൻ എന്ന് പറയുമ്പോൾ ക്യൂവിൽ ഫ്രണ്ടും ഉണ്ട്, റിയറും ഉണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യണത് ലാസ്റ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ ഈസ് റിയർ എൻഡ് ആണ്. ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ലിഫോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാച്ച് ചെയ്യുന്നത് ആരുമായിട്ടാണ്? പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാക്ക് ആണ്. സ്റ്റാക്ക്. എക്സ്പാൻഡ് ലിഫോൻ്റെ ഫുൾ ഫോം എന്താ? പഠിക്കേണ്ട വാക്കാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്സ്. മക്കളെ, ഇതിപ്പം ഞാൻ എടുക്കുന്നത് ഷുവർ ഷോട്ട് ആണെങ്കിലും മക്കളെ, എന്നെ കേൾക്കുന്ന മക്കൾ ഇതിൻ്റെ ഓപ്പോസിറ്റും പഠിക്കണം. എന്താ? ലിഫോൻ്റെ ഓപ്പോസിറ്റ് ഫിഫോ ആണ്. ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതാണ് ക്യൂവിൻ്റെ ആള് അല്ലേ? ക്യൂ ആണ്. യെസ്, എലമെൻറ്റ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ്. ഓരോ ലിങ്ക് ലിസ്റ്റ് എന്ന് എന്താ? കണക്ട് ചെയ്ത് പോകും. ആ ലിങ്ക് ലിസ്റ്റ് ഓരോ എലമെൻറ്റിനും പറയുന്ന പേരാണ് നോഡ് എന്ന് പറയും. എന്താടാ? നോഡ്സ്. എന്നാ പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 4 ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് എന്തൊക്കെ നമുക്കറിയാം. ഒരു ക്ലാസ്സിലേക്ക് കുട്ടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതാണ് ഡാറ്റ സ്ട്രക്ചർ. അതിലേക്കുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെ? ഒരു കുട്ടിക്ക് ആഡ് ചെയ്യാം, ഇൻസേഷൻ. ഒരു കുട്ടീനെ പിടിച്ച് പുറത്താക്കാം, ഡിലീഷനാണ്. ഒരു കുട്ടി ഉണ്ടോ എന്നുള്ളത് തപ്പാം, സെർച്ചിങ് ആണ്. ദെൻ സോർട്ട് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സും മറ്റൊരു ക്ലാസ്സും കമ്പൈൻ ചെയ്യാൻ പറ്റും, സോർട്ടിംഗ് ആണ് അല്ലെ, മെർജിങ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, എല്ലാവരെയും ഒന്ന് വിസിറ്റ് ചെയ്യാം. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ട്രാവേഴ്സൽ. സെർച്ചിങ്, ഇൻസേഷൻ, ഡിലീഷൻ, സോർട്ടിംഗ് ആൻഡ് ഫൈനലി മെർജിങ്. മെർജിങ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യലാണ്, സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യലാണ്, ഡിലീറ്റ് ചെയ്യലാണ്, റിമൂവ് ചെയ്യലാണ്, ഇൻസേഷൻ മീൻസ് ആഡിങ് ആണ്, സെർച്ചിങ് മീൻസ് ഫൈൻഡ് ചെയ്യലാണ്, ദെൻ വിസിറ്റിംഗ് ഓൾ ദ എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാവേഴ്സൽ. കം ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഫസ്റ്റ് സ്റ്റാക്കാണ്. സ്റ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒന്നുകിൽ ലിഫോ എന്നോ അല്ലെങ്കിൽ പുഷ്, പോപ്പ് അല്ലെങ്കിൽ ടോപ്പ് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. ആരാ? പുഷ് എന്നോ. ദാറ്റ് ഈസ് ആൻസർ. എന്നാ പിടിച്ചോ. നെക്സ്റ്റ് വൺ ക്യൂ ആണ്. ക്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുകിൽ ഫിഫോ ഉണ്ടാവാം, ഫ്രണ്ട് ഉണ്ടാവും, റിയർ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നാ പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാ? അറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എലമെൻ്റ് ആണ്. അറ ആക്സസ് ചെയ്യൽ സബ്സ്ക്രിപ്റ്റ് ആണ്. ദ സബ്സ്ക്രിപ്റ്റ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാവുക? ലിങ്ക്ഡ് ലിസ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് നോഡുകളാണ്. സോ ദിസ് ഈസ് ആൻസർ. റൈറ്റ് ആൻ അൽഗോരിതം ടു ആഡ് ന്യൂ എലമെൻറ്റ് ഇൻ ടു എ സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് എലമെൻറ്റ് ആഡ് ചെയ്യുന്ന അൽഗോരിതമാണ്. ഏത് അൽഗോരിതം? പുഷാണ് അല്ലേ. പുഷിൻ്റെ അൽഗോരിതം വൃത്തിയിൽ പഠിക്കാം. ഇഫ് 5 സ്റ്റെപ്പുള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ട് ഉണ്ട്, ലാസ്റ്റിൽ സ്റ്റോപ്പ് ഉണ്ട്. ഇഫ് ടോസ് ലെസ് ദാൻ n, മാക്സിമം എത്തിയില്ലെങ്കിൽ അവിടെ എലമെൻറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. ആ എലമെൻറ്റ് നേരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേമാണ്. ടോസിൻ്റെ പൊസിഷൻ ഒന്ന് മുകളിലോട്ട് കയറും, അവിടെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യും. അതർവൈസ് അവിടെ ഫുള്ളായി കിടക്കാണ്. ഇതാണ് എൽസ് ബ്ലോക്ക് അല്ലേ. അവിടെ ഫുള്ളായി കിടക്കാണ്. 9 2 4 3 6 ഫുള്ളായി കിടന്നാൽ പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ കേസിനെ പറഞ്ഞ പേരാണ് ഓവർഫ്ലോ. സിമിലർലി പോപ്പിൻ്റെ അൽഗോരിതം ഡിലീഷൻ ആണ് അല്ലേ. പോപ്പ് മീൻസ് ഡിലീഷൻ ആണ്. ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ എലമെൻറ്റ് വേണ്ടേ? എലമെൻറ്റ് ഇല്ല എങ്കിൽ, എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ടീമാണ്. എലമെൻറ്റ് ഇല്ല എങ്കിൽ ജസ്റ്റ് പ്രിൻറ്റ് അണ്ടർഫ്ലോ. അതല്ല, ടോസ് എടാ മോനോ, ഇതാണ് സ്റ്റാക്ക്. ഇങ്ങനെയുള്ള ഒരു സ്റ്റാക്കിൽ ഓൾറെഡി ഒരു എലമെൻറ്റും ഇല്ല എങ്കിൽ എൻ്റെ പൊസിഷൻ 0 1 2 3 4 ഫസ്റ്റ് പൊസിഷൻ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. -1ലാണ്. -1ലാണെങ്കിൽ, -1ൽ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അവിടെ എലമെൻ്റ് ഉണ്ട്. ഇല്ല എങ്കിൽ പ്രിൻറ്റ് അണ്ടർഫ്ലോ.
അതർവൈസ് എന്താ അവിടെ എലമെൻറ്റ് ഉണ്ട് എങ്കിൽ ആ കേസാണ് ഈ ഡയഗ്രം വരച്ച് പഠിച്ചാൽ വളരെ സ്മൂത്തായിട്ട് പഠിക്കാൻ കഴിയും. 9 2 4 0 1 2 ഇതാ ഇവിടെ എലമെൻ്റ് ഉണ്ട്. ഏത് എലമെൻറ്റാണ് ഡിലീറ്റ് ചെയ്യുക? 4 ആണ് ഡിലീറ്റ് ചെയ്യുക. ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റാണ് ഡിലീറ്റ് ചെയ്യുക. ആ എലമെൻ്റ് എടുത്തുകൊണ്ട് റിമൂവ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ആരോ മാർക്ക് ഒന്ന് താഴോട്ടാവണം. ടോസ് ഈക്വൽ ടു ടോസ് -1. ദാറ്റ്സ് ഓൾ. റെഡി അല്ലേ? പോവാം. നെക്സ്റ്റ് വൺ, പേപ്പർ കപ്പ്. പേപ്പർ കപ്പ് പറഞ്ഞ ഗ്ലാസുകൾ. വെയിറ്റിംഗ് ഫോർ എ ടിക്കറ്റ്. ഈ രണ്ട് സിനാരിയോ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യാൻ കമ്പയർ ദ ഡാറ്റ സ്ട്രക്ചർ. പേപ്പർ കപ്പ് അട്ടിക്കിട്ടാൽ അതാരാ? സ്റ്റാക്കാണ്. വെയിറ്റിംഗ് ഫോർ എ ടിക്കറ്റ്, തിയേറ്ററിൽ ടിക്കറ്റിന് വെയിറ്റ് ചെയ്യുക. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ക്യൂ. അപ്പോൾ എന്താ ചോദ്യം? വിത്ത് ദ എബവ് മെൻഷൻഡ് കോൺസെപ്റ്റ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദ്യം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അട്ടിക്കണ. ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് 1 end. അപ്പോൾ ഇവിടെ ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് 2 end. ഇവിടുത്തെ പ്രിൻസിപ്പിളാണ് ലിഫോ. എന്താ ലിഫോ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഇവിടുത്തെ പ്രിൻസിപ്പിളാണ് ക്യൂവിൻ്റെ പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മൂന്നാമത്തെ പോയിന്റ് ഇവിടെ അല്ലേ, ദ എൻഡ് ഈസ് കോൾഡ് ടോപ്പ് ആണ്. ഇവിടെ ഇൻസേഷൻ എൻഡ് ഈസ് കോൾഡ് റിയർ ആൻഡ് ഡിലീഷൻ എൻഡ് ഈസ് കോൾഡ് ഫ്രഞ്ച്. കം ടു ഇൻസേഷൻ ഓഫ് അൽഗോരിതം അല്ലേ, അൽഗോരിതം ഫോർ ക്യൂവിൻ്റെ ഇൻസേഷൻ്റെ അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് ദി സ്യൂട്ടബിൾ ഡയഗ്രാം. ലിങ്ക്ഡ് ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഡയഗ്രാം. ഇങ്ങനെ ഒരു നോഡ് അല്ലേ, ഈ നോഡ് ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന കോൺസെപ്റ്റിനെ പറഞ്ഞ പേരാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ലാസ്റ്റ് ലിങ്ക് പോയിന്റ് ചെയ്യുന്നത് നല്ലായിരിക്കും. ഇതിൽ ആദ്യത്തെ ലിങ്കിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് സ്റ്റാർട്ട് എന്ന് പറയും. സ്റ്റാർട്ട്. ഇതാണ് ഫസ്റ്റ് ആൻസർ. ലിങ്ക് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്താ? വലുതായിക്കൊണ്ടിരിക്കും അല്ലേ, ഡൈനാമിക് ക്രിയേഷൻ ആണ്. അത് ഫിക്സഡ് അല്ല, ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? യെസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ചാപ്റ്റർ നമ്പർ 3. അപ്പം എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ, നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചാപ്റ്റർ നമ്പർ 1, ചാപ്റ്റർ നമ്പർ 2, ചാപ്റ്റർ നമ്പർ 3 മക്കളെ ഓണത്തിൻ്റെ മുമ്പുള്ള സെക്ഷനാണ് അല്ലേ. അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് വളരെ സ്മൂത്തായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യാൻ പഠിച്ചു അല്ലേ. അത് എന്ത് കണ്ടാലും മക്കളെ വീഡിയോ കണ്ടതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പം ഓൾ ദ ബെസ്റ്റ്. ഇനി എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് ലൈവിൽ കാണാം. റെഡി അല്ലേ?